എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇടിയപ്പം കൊണ്ടുള്ള ഒരു ഫ്യൂഷൻ ബിരിയാണി ആയാലോ ഇന്ന്. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണിത്. അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 ഇടിയപ്പം എടുത്തിട്ടുണ്ട്. 500 ഗ്രാം ചിക്കൻ, കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, പച്ചമുളക് ഒരു 3 എണ്ണം ഞാൻ അതിൽ കീറിയെടുത്തത്, ഒരു 4 സവോള അതൊന്ന് വറുത്തെടുക്കണം, മീഡിയം സൈസ് തക്കാളി 2 എണ്ണം അതൊന്ന് നമ്മൾ അരച്ചെടുത്തതാണ്, ആവശ്യത്തിന് ഉപ്പ്, തൈര് ഒരു 2 ടീസ്പൂൺ, ഏലക്ക ഒരു 4 എണ്ണം, 2 ബേ ലീഫ്, ഒരു 2-3 ഗ്രാമ്പൂ, കുറച്ച് കറുവാപ്പട്ട, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു കഷ്ണം തക്കോലം, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കി ചിക്കനിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തൈര്, മുളക് പൊടി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, വറുത്ത് വെച്ചിരിക്കുന്ന സവോള, അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഈ കറുവാപ്പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, ഏലക്ക ഇവ ചേർക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബേ ലീഫ്, ഏലക്ക എല്ലാത്തിൻ്റെ ഒരു പകുതി വീതം നമ്മൾ ഈ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് അതിൻ്റെ ഒരു നല്ല സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 2ആയി മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് നമുക്ക് വേകാൻ വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ആ വെള്ളമൊക്കെ പറ്റി ഗ്രേവി നന്നായി ചിക്കനിൽ മിക്സ് ചെയ്ത് വരുന്നതാണ് അതിൻ്റെ ഒരു പാകം. ഇപ്പം അതിൻ്റെ വെള്ളമൊക്കെ പറ്റി ഗ്രേവി ചിക്കനിൽ നന്നായി പിടിച്ച് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. അതിനായിട്ട് വേറൊരു പാനിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട, തക്കോലം, പെരുംജീരകം, പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കാഷ്യൂനട്ട്, കിസ്മിസ് ഒക്കെ ഇവിടെ ഈ സമയത്ത് നമുക്ക് ചേർത്തെടുക്കാം. ഞാനിവിടെ ഒരു അല്പം കാഷ്യൂനട്ട് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് അതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇടിയപ്പം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നെയ്ക്കകത്ത് ഇടിയപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവി ആദ്യം കുറച്ച് ഗ്രേവി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിച്ച ശേഷം നമ്മൾ ചിക്കൻ പീസ് കൂടെ ചേർത്ത് നന്നായി ഇളക്കുക. ഇപ്പം ചിക്കൻ്റെ ഗ്രേവിയും ചിക്കനും ഇടിയപ്പം എല്ലാം കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന സവോളയും കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർക്കാം. തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ ഇടിയപ്പം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റിയോട് കൂടിയ ഇടിയപ്പം ബിരിയാണിയാണ്. നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഇടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.